ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് വീണ്ടും നമ്മൾ ഒരു പൂരത്തിന് പോണതാണ് കേട്ടോ. അപ്പം ഈ പൂരം വളരെ സ്പെഷ്യലാണ്, വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അതാ ബസ്സിൽ നിൽക്കുന്ന തിരക്കിലൊക്കെ നിന്ന് ഓരോ പ്രാന്താണ് കേട്ടോ. ഇപ്പോൾ ഒരു നിമിഷം പോകണം തോന്നി അപ്പം ഇറങ്ങി അങ്ങനെ പോകുന്ന ഒരു പ്രാന്താണ്. അങ്ങനെയുള്ളൊരു പ്രാന്താട്ടോ ഞങ്ങൾക്ക്. അതായത് പൂരത്തിനൊന്നും സെറ്റായി ഉണ്ടാവില്ല, ഒന്നും തീരുമാനിച്ചിട്ടോ ഇതാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പോയത്. ആഗ്രഹമൊന്നും നടന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ അതിൽ ഹാപ്പിയാണ് ഈ പൂരം കാണാൻ പോയതിൽ. ഇപ്പം അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് എത്തിയിട്ട് കുറച്ച് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. 2 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ ഒരു 1.5 കിലോമീറ്റർ ഒരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ മാസ്ക് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ പൊടിയുടെ ഇതുണ്ടായിരുന്നു, അലർജി. അപ്പം അവിടെ തെയ്യം ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ വെച്ചതാണ്. അവിടെ പൊടി പറത്തുണ്ടായിരുന്നു. ഊരിക്കളഞ്ഞു. പിന്നെ ഇങ്ങനെ പോകുമ്പോഴാ നമ്മുടെ ആനവണ്ടികൾ കിടക്കണുണ്ട് കേട്ടോ. ആദ്യം കിടക്കണത് നമ്മുടെ ശിവയുടെ വണ്ടിയാണ്. പിന്നെ അതിൻ്റെ പിന്നിൽ ഗോവിന്ദ് കിടക്കുന്നുണ്ട്. വണ്ടിയുടെ പേരാണ് ഞാൻ നോട്ട് ചെയ്തേക്കണത്. ആദ്യത്തെ ശിവയുടെ മാത്രമേ അറിയുള്ളൂ, പിന്നെയുള്ളവരുടെ വണ്ടി ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ ദാസൻ്റെയും രാമൻ്റെയും വണ്ടിയേ അറിയുള്ളൂ. അതെ. പിന്നെ പാമ്പാടിയാനയുടെ ഒക്കെ വണ്ടി, പാമ്പാടിയാനയുടെ വണ്ടി പിന്നെ വേറെ ലെവലാണല്ലോ. അതുപോലെ ആക്കവിള ആനയ്ക്കൊക്കെ അതൊക്കെ വണ്ടിയുടെ ലെവലേ വേറെ. പിന്നെ ഏതെങ്കിലും ആനകൾക്ക് അങ്ങനത്തെ വണ്ടി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങൾ ശ്രദ്ധിച്ചതും അറിഞ്ഞതും പറയാണ്, ഒന്നും തോന്നരുത്. അപ്പം അങ്ങനെ നമ്മൾ ആ കുന്നൊക്കെ കയറിയപ്പോൾ അവിടെ ആനയും ഇല്ല, പൂരവും ഇല്ല. താഴേന്ന് ചോദിച്ചിട്ടാണ് കയറിയത്. അവിടെ ആനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ മുകളിലൊരു ആനയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് നല്ല പോസ്റ്റായിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇറങ്ങിപ്പോന്നപ്പോഴാണ് നമ്മുടെ പൂരം വരുന്നത് കണ്ടത്. ഇവിടെ ഞങ്ങൾ കണ്ടതായിരുന്നു, പക്ഷെ ഇവിടെ ഞങ്ങൾ മൈൻഡാക്കാണ്ട് പോയി. അപ്പോൾ മുകളിലത്തെ ആ ഒരു അമ്പലമൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം തൊഴാൻ പോകണമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വ്യൂവും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ്. അപ്പം അവിടെ നിന്നിട്ട് നമ്മൾക്ക് തൃശ്ശൂരിൻ്റെ സാമ്പിൾ വരെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് അമ്പലത്തിൻ്റെ എടുക്കണമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തില്ല കേട്ടോ. ഇരുട്ടായി പോയി. പകല് പോയിട്ട് ആനയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. അപ്പം എടുത്തില്ല. പിന്നെ രാത്രി പോയപ്പോൾ എടുക്കാനും പറ്റി, ഇരുട്ടായി പോയി. പിന്നെ കാണാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നല്ല തിരക്കും വരും. അപ്പം അങ്ങനെതാ നമ്മുടെ ശിവനാനയാണത്. ശിവനാനക്കുട്ടിയാ. എന്താ ശ്രീദുർഗ എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുടെ ആയിരുന്നു കേട്ടോ. എന്താ അത്ര ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരായതുകൊണ്ട്. അപ്പം അങ്ങനെതാ നമ്മുടെ ശിവനാനായിരുന്നു ആദ്യം ഇവിടെ വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അഞ്ചാനപ്പൂരായിരുന്നു. പിന്നെ അവിടെ നമ്മുടെ ഊട്ടോളി രാമൻ ഉണ്ടായിരുന്നു, പാറന്നൂർ നന്ദൻ ഉണ്ടായിരുന്നു, പിന്നെ ഉദയനാനി ഉണ്ടായിരുന്നു. പിന്നെ ആരാ, നമ്മൾ നന്ദനെയും ശിവനെയും മാത്രമാണ് ഫോക്കസ് ചെയ്തത്. പിന്നെ ഊട്ടോളി രാമന് പിന്നെ ഇഷ്ടം പോലെ ഫാൻസും അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നു. പിന്നെ രാമനായിരുന്നു മെയിൻ. അപ്പൊ അത് കാരണം രാമൻ മുകളിലേക്ക് ഓടിക്കയറുന്നു, തടം പിടിക്കുന്നു, അടിക്ക് വരുന്നു. ചെക്കൻ ഭയങ്കര ഫാസ്റ്റ് ഇതായിരുന്നു. അപ്പൊ അത് നമ്മുടെ നന്ദനാന്ന് തോന്നുന്നുണ്ട്, നന്ദന്റെ പോലെ. അപ്പം അങ്ങനെ ഓരോ സെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ അവിടെ സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഒരു ഐഡൻറ്റിഫൈ മെത്തേഡ് വെച്ചിട്ട് നോക്കായിരുന്നു, പക്ഷെ അത് ഞാൻ എടുത്തില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങോട്ട് വെറുതെ ആനയൊക്കെ അവിടെ നിന്നിരുന്നപ്പോൾ വേറെ പരിപാടി ഒക്കെ ഒന്ന് കാണാൻ ഇങ്ങോട്ടും വന്നു കേട്ടോ. നമ്മളൊരു ആനയുടെ പുറകെ പോയി അവിടെ തന്നെ നിൽക്കൊന്നുമില്ല, നമ്മളെല്ലാടും സറൗണ്ട് ചെയ്തെല്ലാം വീക്ഷിക്കും. ഇതാ നന്ദൻ, ഏതായാലും നന്ദനുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ എന്താണ് അവിടെ നിരന്നിട്ടുള്ള എന്താണ് നിരന്ന ആനകളും മേളും ഒക്കെ കണ്ട് അവിടെ കുറച്ച് നേരം അങ്ങനെ നിന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കുറച്ച് നേരം കാണാം. എന്നിട്ട് ഞങ്ങളുടെ വോയിസ് ഡബ് ആവാട്ടെ.
അപ്പം അങ്ങനെ നമ്മുടെ ആനകളൊക്കെ കുറച്ചും കൂടി എന്താ പറയുക കയറി നിന്നിട്ട് കുറച്ച് നേരം മേള ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിലേക്ക് പിന്നെ ഓരോ ആനകൾക്ക് നടക്കാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. ഒരു ഇങ്ങനെ പിന്നിലായിട്ട് ഇങ്ങനെ പോകും. പക്ഷെ ഇത് പകലൊരു കാഴ്ചയായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഇത് വേറെ വീഡിയോ ഞാൻ ഇങ്ങനത്തെ ഒരു പൂരം കണ്ടിട്ടുണ്ട് കേട്ടോ, റീൽസിൽ. അഞ്ചല്, കൊല്ലം അഞ്ചല് ഇങ്ങനെ വളവിൽ ഇങ്ങനെ ആനകൾ ഇങ്ങനെ പിന്നാലെ പോകുമ്പോ അപ്പുറത്തുകൂടെ വണ്ടികൾ പോകുന്നു, ഇപ്പുറത്തൂടെ മേളക്കാര് താഴെ തേയിലത്തോട്ടോ അങ്ങനെ എന്തൊക്കെയോ തോട്ടൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആനയുടെ പിന്നാലെ പോയി. അപ്പൊ അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സാമ്പിളിന്റെ നേരായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാരും അതിന് കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ പൂരവും കൂടാം സാമ്പിളും കാണാം എന്നുള്ള ഒരു ഇതില് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 5 ആനകൾ നിരന്ന് നിൽക്കുന്നു. അങ്ങനെ പൂരം ആരംഭിച്ചു. പൂരമല്ല, മേളം ആരംഭിച്ചു. അപ്പോൾ ആരായിരുന്നു നമ്മുടെ മേളം? പെരുവനമായിരുന്നു നമ്മുടെ മേളം. പെരുവനത്തിനെ മീനുട്ടി കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാണ് 5ാം കാലൊക്കെ എത്തുമ്പോ അമ്മ പറയുമ്പോഴാണ് ഞാൻ അയ്യോ പെരുവനായിരുന്നു എന്ന് അറിയുന്നത് തന്നെ. അപ്പം അങ്ങനെ നമ്മളുടെ ആനയുടെ അവിടെ ഒരു ആലുണ്ടായിരുന്നു. ആ കാരണം നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇവിടുത്തെ പൂരത്തിന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാണ്, അവിടെയുള്ള ആൾക്കാർ മാത്രമേ വരുള്ളൂ, വരവുള്ള ആൾക്കാർ കുറവായിരിക്കും ഇത്ര ഇവിടുത്തെ പൂരത്തിന് എല്ലാ കൊല്ലം. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഇവിടെയുള്ള ആൾക്കാരല്ലെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ സംസാരിച്ചിരുന്നു. അപ്പം അത് കേട്ടോ സാമ്പിള്. ഇത് നമ്മുടെ രണ്ടാമത്തെ, ആദ്യത്തെ 8:30 നേരം വൈകിട്ടത്തെ വായിന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ സാമ്പിളാണ്. അപ്പോൾ ഒരു 8:30 നേരത്തായിരുന്നു. അപ്പം അത് ഏത് നമ്മുടെ പാറമേക്കാവാണോ തിരുവമ്പാടിയാണോ എന്നറിയില്ല. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവരുടെ ഇതൊക്കെ എടുത്തു കേട്ടോ, കോലൊക്കെ. പിന്നെ അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തിടമ്പാന, ഒരാനയ്ക്ക് മാത്രം തിടമ്പ്, മെയിൻ ആനയ്ക്ക് മാത്രം, അത് ഊട്ടോളി ആനയ്ക്കായിരുന്നു. ബാക്കിയുള്ളവരുടെ കോലൊക്കെ ഇറക്കിയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് പോണ വിഷ്വൽസാണ്. അപ്പം ആദ്യം നമ്മുടെ ശിവൻകുട്ടി പോണു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ആമ്പല്ലൂരത്തെ ആനയാണിത്. പുത്തൂര് ആമ്പല്ലൂരത്തെ ഒരു ആനയുണ്ടല്ലോ, ആന പേര് മറന്നു. സത്യം പറഞ്ഞ നമുക്ക് അങ്ങനെ ആനയുടെ പേരൊന്നും ഇല്ല. നമുക്ക് അറിയണ ആനേനെ അറിയാം, അങ്ങനെ ഒരു ഇതാണ്. എല്ലാ ആനേനിട്ട് അറിയൂല. ആനപ്രേമിയാണെന്ന് ചോദിച്ചിട്ട് ലോകത്തെ എല്ലാ ആനയും. എന്നാലും ഒരുവിധ ആനേനൊക്കെ കണ്ടാൽ നമുക്ക് അത് നമ്മുടെ ആനയാണല്ലോ എന്ന് പറയാൻ പറ്റൂട്ടാ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ ആനകളൊക്കെ ഓടി പോവാണ്. അപ്പം ഞങ്ങൾ അതെ വെറുതെ ഇങ്ങനെ പിന്നാലെ ഓടി പോവാണ്. ഏകദേശം 10 മണി 10:30 ആയിട്ടാ അവിടെ നിന്നുള്ള വരവ്. ഇത് ശിവനെ വണ്ടിയിൽ കയറ്റാനായിട്ട് അവിടെ നിർത്തിയേക്കണം. അപ്പം ശിവേനെ മാത്രമാണ് ഞങ്ങളിങ്ങനെ കയറ്റണത് കണ്ടത്. ബാക്കി ആനേനൊക്കെ ഒരു പറമ്പിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു. 2 ആനകളെ പറമ്പിലേക്ക് കൊണ്ടുപോയി. ഒരാന ഞങ്ങളുടെ പുറകിലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ നടത്തണ്ടായിരുന്നു ഞങ്ങളെ. ആ നടത്തത്തിൻ്റെ ഇടയിലാണ് അവർ വണ്ടിയിൽ പോണത് നമ്മൾ കണ്ടത് കേട്ടാ. അപ്പോൾ ശിവനാന വണ്ടിയിൽ കയറി. പിന്നെ വേറൊരു ആനക്കുട്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ ശിവയ്ക്ക് ആനക്കുട്ടി കൊടുത്തിട്ട് പോവാണ് കേട്ടോ. ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ശിവ കാണണമെന്നില്ല വേറെ ആര്. ശിവ വേറെ കലിപ്പ് റോഡിലൊക്കെ നിൽക്കണവൻ. അപ്പം അങ്ങനെ ഞങ്ങൾ നടക്കാണ്. ശിവനെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നിട്ട് പാലയ്ക്ക് വരെ നടന്നു. മടുത്തൊന്നുമില്ല കേട്ടോ. രാത്രി ഇത് കാരണം ഒരു വൈബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേരും കൂടെ ഞങ്ങളുടെ ഗ്യാങ്ങും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ട്, അമ്മയ്ക്കാണെങ്കിൽ ഞാനല്ലേ കൂടിയല്ല, അപ്പം അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും. അതായത് അതല്ല, ചില വഴികളിൽ ആരും ഉണ്ടാവില്ല. നമ്മുടെ പരിചയമുള്ള സ്ഥലമല്ല, ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. നമുക്ക് ഒരു അത്യാവശ്യം വന്നാൽ അവിടെ ഹെൽപ്പിന് വിളിക്കാൻ പോലും ആരുമില്ല. അതുകൊണ്ടുള്ള ഒരു ഇത്. അപ്പം അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ആ ഓട്ടോയിൽ നമ്മൾ KSRTC സ്റ്റാൻഡിൽ വന്നു. അപ്പോൾ ഇത് വിഷ്വൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതാണ്, വേറെ അത് കുഴപ്പമൊന്നുമില്ല. അത് ആദ്യം ഇടയിലായിപ്പോയി. പിന്നെ വോയിസ് ഡബ് ചെയ്യണ നേരത്താണ് കണ്ടത്. പിന്നെ എന്തായാലും മാറ്റുന്നില്ല. ഇതൊക്കെ ഞങ്ങളുടെ നടത്തത്തിൻ്റെ സമയത്തെയാണ് കേട്ടോ. ഇത് അവിടെ KSRTC സ്റ്റാൻഡിലെത്തിയതാണ്. സ്റ്റാൻഡിലെത്തിയപ്പോഴോ പൂരത്തിരക്ക് എന്ന് പറഞ്ഞാൽ പോരാ. മൈസൂര് ബസ്സാണ് 2 KSRTC എടുക്കണുണ്ടായിരുന്നെ. അപ്പൊ അതിലാണെങ്കിൽ അതന്നെ അപ്പൊ നിക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ മീനുട്ടി ഉള്ളത് ഞാൻ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ ഓട്ടോയിൽ പോയിരുന്നു കേട്ടോ.
അപ്പം ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ ഓട്ടോയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരുന്ന നേരത്ത് ശിവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ശിവയാണ് പോകുന്നത്. കാണാനുണ്ടോ സുഹൃത്തുക്കളെ? കാണാനുണ്ടോ? അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്നായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.